പൊതുവേ പിന്നെ സാറിനെ കാണാതിരുന്നപ്പോൾ പലരും ഇങ്ങനൊരു ടോക്ക് ഉണ്ടായിരുന്നു, സാറ് വിദേശത്ത് സ്ഥിരതാമസമാക്കി എന്തൊരു വിദേശത്തൊന്നും പോയിട്ടില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആൾക്കാർ പലതും. അപ്പോൾ ആക്ച്വലി ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ നിന്ന് കുറച്ച് മാറി നിന്നു. ബിക്കോസ് ഒരു മാറ്റം എനിക്ക് വേണ്ടിയിരുന്നു. ബിക്കോസ് എല്ലാം ഒരേമാതിരിയുള്ള സിനിമകൾ, റൊമാൻസ്, പാട്ട്, എല്ലാം ഹിറ്റായിരുന്നു. ഹിറ്റ് സിനിമകളാണ്. പക്ഷെ എന്നും നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്. പൂച്ചക്കൊരു മൂക്കുത്തി ആയാലും, അരംപ്ലസരം കിന്നരായാലും, അമ്പട, അങ്ങനെ കുറേ സിനിമകളിൽ കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വ്യത്യാസമായിട്ടുള്ള ചില വേഷം ആ കോമഡി സാറ് ചെയ്തത് നല്ല പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതൊന്ന് മാറി വരണം, വ്യത്യസ്തമായൊരു ക്യാരക്ടറിലേക്ക്. ഇന്നത്തെ കാലഘട്ടന്മാരില്ല. നസീർ സാറൊക്കെ ഉണ്ട്, അവരൊക്കെ എത്രയോ സിനിമകളിൽ അവർക്കൊന്നും സിനിമ മടുത്തിട്ടാണ്. പക്ഷെ എനിക്കൊക്കെ 10-200 സിനിമകൾ ഈ ഒരു 15 വർഷം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറയുന്ന രാവും പകലും ജോലി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സ്ട്രെയിനായിട്ട് തോന്നി. ഇപ്പോൾ ഒരു ഗ്യാപ്പ് വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 4 വർഷം ഗ്യാപ്പ് വിട്ടു.